പൊയ്നാച്ചി പറമ്പിയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം ഉണ്ടായത്. അതായത് ഇന്ന് രാവിലെയാണ് വേണുഗോപാലൻ നായരും അതുപോലെ തന്നെ സ്മിതയും വീട്ടിന്റെ സെൻട്രൽ ഹാളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് മേൽപ്പറമ്പ് പോലീസാണ് ഇത് സംബന്ധിച്ച അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ മകൻ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ റാപ്പർ വേർഡിന്റെ പരിപാടിക്ക് കാണാനായി പോയ സമയത്ത് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. ശിവനന്ദൻ എന്നാണ് പേര്. മംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഈ ഒരു മനോവിഷമത്തിൽ, കടുത്ത മനോവിഷമത്തിലായിരുന്നു ഇവർ കുടുംബം എന്നാണ് പറയുന്നത്. അത് ഇവർ പലപ്പോഴും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഇവർ ഈ വിവരം പങ്കുവച്ചിരുന്നു. താൻ ഈ മകനില്ലാതെ തങ്ങൾക്ക് ഇനി താങ്കൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന രീതിയിൽ പലതവണ ഇവർ ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മനോവിഷമത്തിലാണ് ഈ ആത്മഹത്യ എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ ഇതിൽ മറ്റേതെങ്കിലും വശമുണ്ടോ എന്ന കാര്യത്തിലും ഒരു അന്വേഷണം ഉണ്ടാവുമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ റാപ്പർ ബാൻഡിന്റെ പരിപാടിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ തട്ടിയാണ് ശിവനന്ദൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇവരുടെ ഏക മകൻ മരണപ്പെടുന്നത്. അതിനുശേഷം വലിയ തോതിലുള്ള ഒരു മാനസിക പ്രയാസത്തിൽ തന്നെയായിരുന്നു ഈ കുടുംബം. വലിയ മാനസിക വിഷമത്തിലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കളോടൊക്കെ ഈ കാര്യം ഇവർ പങ്കുവച്ചിരുന്നു. തങ്ങൾക്ക് ഇനി ജീവിക്കണ്ട എന്ന തരത്തിൽ പലരോടും ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ഇവർ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുമെന്ന് മേൽപ്പറമ്പ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് ഇന്ന് ഈ മരണ വാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. പലരും ഇത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദുഃഖം താങ്ങാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഓരോ ആളുകളും. ഇത്തരത്തിൽ രണ്ടുപേരും ഇങ്ങനെ ജീവനെടുക്കുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അവർ തന്നെയായിരുന്നു ഇവർക്ക് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മെച്ചപ്പെട്ട കുടുംബസ്ഥിതിയിലുള്ള ഒരാളുകൾ തന്നെയായിരുന്നു. പക്ഷേ തങ്ങളുടെ ഏക മകൻ അത് ഇങ്ങനെ നഷ്ടപ്പെട്ട അന്ന് തന്നെ അവരുടെ കുടുംബത്തിന്റെ വലിയ തോതിലുള്ള സങ്കടം അന്ന് ഉണ്ടായിരുന്നു. അത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കടം അന്നുണ്ടായിരുന്നു. ആ വിഷമം ഇവർ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റിവച്ചു. ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല. തനിച്ച് തന്നെ വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്.